സംസ്ഥാനത്തെ സർക്കാർ വാഹനങ്ങളിൽ അധികവും കാലപ്പഴക്കം ചെന്നവ 10% വാഹനങ്ങളും 15 വർഷത്തിലധികം പഴകിയതാണ്. ആരോഗ്യ വകുപ്പിലാണ് ഏറ്റവും കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങളുള്ളത്. സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി മൂലമാണ് പുതിയ വാഹനങ്ങൾ വാങ്ങാൻ കഴിയാത്തത്. രശ്മി കാർത്തിക ചേരുന്നു. രശ്മി, വിവരങ്ങൾ. സംസ്ഥാനത്തെ സർക്കാർ ഓഫീസുകളിലെ സർക്കാർ വകുപ്പുകളിലെ മിക്ക വാഹനങ്ങളിലും കാലപ്പഴക്കം ചെന്നതാണ്. 15 വർഷത്തിലധികം കാലപ്പഴക്കം ചെന്ന വാഹനങ്ങളാണ് മിക്ക വകുപ്പുകളും സർക്കാർ വകുപ്പുകളും അതോടൊപ്പം തന്നെ ഏജൻസികളും ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. കേന്ദ്രത്തിന്റെ ചട്ടമുണ്ട് ഇത്തരത്തിൽ പഴക്കം ചെന്ന വാഹനങ്ങൾ ഉപയോഗിക്കരുത് എന്നുള്ളത്. അത് വലിയ രീതിയിൽ പരിസ്ഥിതി മലിനീകരണത്തിനും അതോടൊപ്പം തന്നെ മറ്റു പ്രശ്നങ്ങൾക്കും വഴിവെക്കും. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വാഹനങ്ങൾ ഉപയോഗിക്കരുത് എന്നുള്ളതാണ് കേന്ദ്ര ചട്ടം. ഇത് മറികടന്നുകൊണ്ടാണ് ഇത്തരത്തിൽ വർഷങ്ങളോളം പഴക്കമുള്ള വാഹനങ്ങൾ ഇപ്പോഴും സർക്കാർ വകുപ്പുകളിൽ ഉപയോഗിക്കുന്നത്. ഇതിൽ ആരോഗ്യ വകുപ്പിലാണ് ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ ഇത്തരത്തിൽ പഴക്കം ചെന്നതായിട്ടുള്ളത്. ആകെയുള്ള വാഹനങ്ങളിൽ ഇത്തരത്തിൽ ആരോഗ്യ വകുപ്പിൽ മാത്രം 507 വാഹനങ്ങളാണ് 15 വർഷത്തിലധികം പഴക്കമുള്ളത്. ആഭ്യന്തര വകുപ്പിൽ 116 വാഹനങ്ങൾ, റവന്യൂ വകുപ്പിൽ 102 വാഹനങ്ങൾ, വനിതാ ശിശുക്ഷേമ വകുപ്പിൽ 68 വാഹനങ്ങൾ. ഇങ്ങനെയാണ് കണക്കുകൾ. ഇത്തരത്തിൽ ഓരോ വകുപ്പുകളും GST ഓരോ വകുപ്പുകളിലും വർഷങ്ങളോളം പഴക്കമുള്ള വാഹനങ്ങളാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. 10% മുകളിൽ വാഹനങ്ങളെല്ലാം തന്നെ ഇത്രത്തോളം പഴക്കം ചെന്നതാണ്. നേരത്തെ കഴിഞ്ഞ വർഷം ജനുവരിയിൽ ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ ഒരു നിർദ്ദേശം നൽകിയിരുന്നു സംസ്ഥാനങ്ങൾക്ക്. അതായത് കാലപ്പഴക്കം ചെന്നിട്ടുള്ള വാഹനങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കണം, അതിന് പകരമായി പുതിയ വാഹനങ്ങൾ ഉപയോഗിക്കണം. അതിനായി തുക ഉൾപ്പെടെ വകയിരുത്തിയിരുന്നു. 150 കോടിയായിരുന്നു കേന്ദ്ര സർക്കാർ ഇതിനായി സംസ്ഥാനത്തിന് അനുവദിച്ചിരുന്നത്. അത് ഈ പരിസ്ഥിതി മലിനീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇത്രത്തോളം സഹായം ഉൾപ്പെടെ പ്രഖ്യാപിച്ചത്. പഴയ വാഹനങ്ങൾ ഉപയോഗിക്കരുത് എന്നുള്ളതും പലതവണ ആവർത്തിച്ച് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നതുമാണ്. പക്ഷേ ഇതെല്ലാം മറികടന്നുകൊണ്ടാണ് ഇപ്പോഴും വകുപ്പുകളിൽ ഈ വർഷങ്ങളോളം പഴക്കമുള്ള വാഹനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. മാറ്റാൻ തയ്യാറാകുന്നില്ല. ഇതിന് പ്രധാനപ്പെട്ട കാരണമായി അറിയാൻ കഴിയുന്നത് സാമ്പത്തിക പ്രതിസന്ധിയാണ്. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് നിലവിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കുറെ കാലമായി ആ ഒരു സാമ്പത്തിക ഞെരുക്കമുണ്ട്. അത് എല്ലാ വകുപ്പുകളെയും വലിയ രീതിയിൽ തന്നെ ആരോഗ്യ മേഖലയാണെങ്കിലും ഗതാഗത മേഖലയാണെങ്കിലും എല്ലാ വകുപ്പുകളെയും ആ പ്ലാൻ ഫണ്ടുകൾ പോലും ലഭിക്കാത്ത തരത്തിൽ അത്രത്തോളം സാമ്പത്തിക ഞെരുക്കമാണ് സംസ്ഥാനം നേരിടുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ വാഹനങ്ങൾ മാറ്റാത്തത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ കേന്ദ്രം അതിനുള്ള സഹായം ഉൾപ്പെടെ നൽകാമെന്ന് അറിയിച്ചിട്ടുണ്ട്. ആ ഒരു ലഭിക്കുന്ന തുക ഉൾപ്പെടെ വക മാറ്റി ചിലവഴിക്കുന്നതാണ് ഇപ്പോഴും ഈ വാഹനങ്ങൾ യഥേഷ്ടം ഉപയോഗിക്കുന്നതിന് കാരണം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രോഹിണി.